BBC റിപ്പോർട്ടറായിട്ടുള്ള ബെൻ ആൻഡേഴ്സൺ ദുബായ് സിറ്റിയിൽ ഒരുപാട് നാൾ താമസിച്ചിട്ട് അവിടുത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ചൂഷണങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടും അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോകളും ഒക്കെ യൂട്യൂബിലുണ്ട്. അതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ തന്നെ വേറെ ഡോക്യുമെൻ്ററികളും ഒരുപാടുണ്ട്. അതൊക്കെ ഒന്ന് ഇരുന്ന് കാണാൻ സമയമുണ്ടെങ്കിൽ ഈ ദുബായ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് തന്നെയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് ആകെ മാറിപ്പോകുമെന്നുള്ളതാണ്. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. പട്ടായ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? പട്ടായയിൽ പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വേറെ കാര്യത്തിനൊന്നും അല്ല പോകുന്നത്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടെയാണത്. പക്ഷെ പട്ടായയിൽ എന്താണ് ഏറ്റവും അധികം നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവിടെ അത് നിയമപരമാണ്. അല്ലെങ്കിൽ തായ്ലൻഡിലും വിയറ്റ്നാമിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ദുബായ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദുബായ് എമിറേറ്റിൻ്റെ തന്നെ നിയമവും UAEയുടെ ഫെഡറൽ നിയമവും ഒക്കെ അനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിയമവിരുദ്ധമാണ്. എന്നാലോ ഏറ്റവും സജീവമായിട്ട് ലോകത്ത് തന്നെ ഈ കാര്യങ്ങൾ നടക്കുന്നത് ദുബായിൽ തന്നെയാണ്. പട്ടായയൊന്നും അതിൻ്റെ മുൻപിൽ ഒന്നുമല്ല എന്നുള്ളതാണ് സത്യം. ദുബായിലെ ഹോട്ടൽസ്, നൈറ്റ് ക്ലബ്ബുകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത മസാജ് പാർലറുകൾ, അതുപോലെ ഒരുപാട് പ്രൈവറ്റ് റെസിഡൻഷ്യൽ നെറ്റ്വർക്കുകളും ഒക്കെ ഉണ്ട്. ഈ ഒരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ദുബായിൽ തലങ്ങും വിലങ്ങുമുണ്ട്. ദുബായ് ഏറ്റവും അധികം വളരുന്നത് ടൂറിസത്തിലൂടെയാണ് എന്ന് പറയുമ്പോൾ ആ ടൂറിസത്തിന് ഇങ്ങനെ ഒരു ഡാർക്ക് സൈഡും കൂടെ ഉണ്ട്. വലിയ പുരോഗമന ചിന്തയോടെ വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, തായ്ലൻഡിലും അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും ഒക്കെ ഇതൊക്കെ നടക്കുന്നതാണ്, ദുബായിൽ ഇതൊരു പരസ്യമായ രഹസ്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതിനെന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇതിന്റെ എല്ലാം പുറകിൽ ചൂഷണത്തിന്റെയും മനുഷ്യാവകാശ ലംഘനത്തിന്റെയും ഒക്കെ വലിയ കഥകളുണ്ട്. ഇപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും അധികം ഇന്ത്യക്കാരുള്ളത് അമേരിക്കയിലാണ് എന്ന് പറയുന്നത് പോലെ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും അധികം മലയാളികളുള്ളത് UAEയിലാണ്. ദുബായ് സിറ്റിയുടെ കാര്യം തന്നെ എടുത്താൽ അവിടുത്തെ പോപ്പുലേഷന്റെ പകുതിയോളം ഇന്ത്യക്കാരാണ് എന്ന് പറയാം. അതിൽ തന്നെ പകുതിയോളം മലയാളികളാണ്. ലക്ഷക്കണക്കിന് മലയാളികളൊക്കെ ഗൾഫിൽ പോയി ഇതുപോലെ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഒന്ന് ഓർത്ത് നോക്കുക, നിങ്ങളിങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതേ കുടുംബത്തിന്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും? അതുകൊണ്ട് ഈ അധ്വാനത്തിന്റെ ഒക്കെ ഇടയിൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് ഒരു നല്ല ടേം ഇൻഷുറൻസ് ആദ്യം എടുത്തു വെക്കുക. കാരണം നിങ്ങളുടെ അഭാവത്തിലും കുടുംബം സാമ്പത്തികപരമായിട്ട് സുരക്ഷിതമായിരിക്കും. അപ്രതീക്ഷിതമായി നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് വലിയൊരു നഷ്ടപരിഹാരം ലഭിക്കുകയാണ്. പക്ഷെ ടേം ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ ഒരുപാടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായതൊക്കെ എങ്ങനെ തിരഞ്ഞെടുക്കും? അവിടെയാണ് ഡിറ്റോയുടെ പ്രസക്തി. ഡിറ്റോ സെറോദ ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ്. രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ ഇൻഷുറൻസ് ബ്രോക്കറാണ്. പല ആളുകൾക്കും ഇതുവരെ ലഭിക്കാത്ത ഏറ്റവും മികച്ച രീതിയിലുള്ള ഗൈഡൻസ്, അതായത് നിങ്ങൾക്ക് നിലവിലുള്ള പോളിസി യഥാർത്ഥത്തിൽ നല്ലൊരു ടേം ഇൻഷുറൻസ് ആണോ, അല്ലെങ്കിൽ ആദ്യം മുതൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ടേം ഇൻഷുറൻസ് നിർദ്ദേശിക്കുക എന്നുള്ളതാണെങ്കിലും നിങ്ങളുടെ ക്ലെയിം ഒരിക്കലും നിരസിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ അടങ്ങുന്ന ഏറ്റവും മികച്ച മാർഗനിർദ്ദേശങ്ങളായിരിക്കും ഡിറ്റോയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക. അതായത് കൺസൾട്ടേഷൻ സൗജന്യമാണ് എന്ന് ഓർക്കുക. 20 മിനിറ്റ് സമയം മാത്രമേ എടുക്കുകയുള്ളൂ. നിങ്ങളുടെ നമ്പർ കൊടുത്തു എന്ന് വെച്ചിട്ട് അവർ ഒരിക്കലും നിങ്ങളെ സ്പാം കോൾ ചെയ്യില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ പറയുന്ന സമയത്ത് മാത്രമായിരിക്കും അവർ നിങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ഏത് ഭാഷയിലാണോ, മലയാളത്തിലാണെങ്കിലും സംസാരിക്കാം. നിങ്ങളുടെ ഫാമിലിക്ക് എപ്പോഴെങ്കിലും ഒരു ക്ലെയിം ഫയൽ ചെയ്യേണ്ടി വന്നാൽ ഡിറ്റോയുടെ ടീം ഇടപെട്ട് പേപ്പർ വർക്കുകളെല്ലാം കൈകാര്യം ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതുവരെ ഒരു ടേം പ്ലാൻ ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ലാത്ത ഒരു തീരുമാനമായിരിക്കണം അത്. ഒരു ടേം പ്ലാൻ ഇന്ന് തന്നെ എടുക്കും എന്നുള്ളത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഡിറ്റോയിൽ നിന്ന് ഒരു കോൾ സൗജന്യമായിട്ട് ബുക്ക് ചെയ്യുക. എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് ഈ സ്ക്രീൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആണ്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ദുബായ് എന്ന് പറയുന്ന സിറ്റിയുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് വെച്ചാൽ സെലക്റ്റീവ് ആയിട്ടുള്ള നിയമനിർവഹണമാണ്. നമ്മൾ പറയും ഇന്ത്യയിലൊക്കെയാണ് ഏറ്റവും അധികം അഴിമതിയും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇവിടെ പണമുള്ളവൻ എന്തും ചെയ്യാമെന്ന്. എന്നാൽ അതൊക്കെ ഏറ്റവും പീക്കിൽ നിൽക്കുന്നത് ഈ ദുബായ് പോലെയുള്ള സിറ്റികളിലാണ്. അവിടെ പണമുള്ള, സ്വാധീനമുള്ള അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ളവരുടെ ഒരു ലോകത്ത് നടക്കാത്ത കാര്യങ്ങളില്ല. അവിടെ ഏത് തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളോ ചൂഷണങ്ങളോ ഒക്കെ സംഭവിച്ചാലും അതൊന്നും ചോദ്യം ചെയ്യപ്പെടുകയില്ല. അവരൊക്കെ സംരക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈയിടെ പോലും ഫേസ്ബുക്കിലൂടെയൊക്കെ ചില യുവതികൾ ഈ ദുബായിലെ അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, കാരണം ജോലിക്കാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇത്തരം ഒരുപാട് കണ്ടന്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുറത്തു വരുന്നത് ഇത്രയും ഉണ്ടെങ്കിൽ അഭിമാനമോർത്തും അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയോർത്തും ചിലരൊക്കെ സ്വമനസാലയും ഒക്കെ ചെയ്യുന്ന കേസുകൾ എത്രമാത്രം ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ചൂഷണം നേരിടുന്ന അല്ലെങ്കിൽ ഇത്തരം തൊഴിൽ മേഖലയിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന പലരും ഇതിനെതിരെ പരാതിപ്പെടുകയാണെങ്കിൽ അവിടെ മിക്കവാറും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ഈ ഒരു ഇരയെ തന്നെ കുറ്റവാളിയാക്കും ആദ്യം. കാരണം ഇവരിത് സമ്മതിച്ചു, ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിയമം അനുസരിച്ചിട്ടുള്ള ആദ്യത്തെ ശിക്ഷ അല്ലെങ്കിൽ ഇവരെ ആദ്യം അറസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതിന് മുകളിലുള്ള ആളുകളെ അവർ തൊടുകയുമില്ല. അതായത് കംപ്ലൈന്റ് ചെയ്യുന്നവർ, ഇരകള് അകത്താകും. നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന ദുബായിയുടെ ഒരു ഡാർക്ക് സൈഡാണ് ഈ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് പോലും, ഇന്ത്യയിൽ നിന്നടക്കം, അല്ലെങ്കിൽ പലരും കേട്ടിട്ടുണ്ടാവും മൊറോക്കോ അല്ലെങ്കിൽ ഈജിപ്ത്, തുർക്കി ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള, അല്ലെങ്കിൽ രാജ്യം നോക്കി സെലക്ട് ചെയ്ത് ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലൊക്കെ കയറുന്നത്. ഇതിന്റെ ഒരു ഹബ്ബ് തന്നെയാണ് ദുബായ് എന്ന് പറയാം. പലരുടെയും ചിന്ത ഇത്തരം യുവതികളൊക്കെ സ്വന്തം ഇഷ്ടത്തിന് അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പൈസ ഉണ്ടാക്കാൻ എന്നാണ്. അല്ല, ഭൂരിഭാഗത്തെയും പെടുത്തുന്നതാണ്. നാട്ടിൽ നിന്ന് വലിയ ജോലിയാണ്, വലിയ സൗകര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂ ചെയ്തിട്ട് ചില ഏജൻസികളൊക്കെ ഇന്നും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്ന് ഏതെങ്കിലുമൊക്കെ ഫ്ലാറ്റിൽ കുറച്ച് ദിവസമൊക്കെ നല്ല സൗകര്യത്തോടെയൊക്കെ താമസിച്ചതിന് ശേഷം പിന്നീട് കാര്യങ്ങളാകെ മാറുകയാണ്. പിന്നെ ഇവരുടെ പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആദ്യമേ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. എപ്പോൾ പോകണമെന്നൊക്കെ ഇവർ തീരുമാനിക്കും. ഇവരുടെ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം മര്യാദയ്ക്കല്ല നിൽക്കുന്നതെങ്കിൽ ഇതൊക്കെ നാട്ടിലെ അറിയിക്കും, അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിക്കും എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുന്ന വലിയ അധോലോകങ്ങൾ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഹബ്ബ് തന്നെയാണ് ദുബായ്. ഇത് ദുബായിയുടെ ഒരു ഇരുണ്ട വശമാണ്. UAE-യിലുള്ള അല്ലെങ്കിൽ ദുബായ് സിറ്റിയിൽ തന്നെ താമസിക്കുന്ന ഒരുപാട് മലയാളികൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തുറന്ന് കമന്റുകളിലൂടെ എഴുതണം. ഇതിന്റെയൊക്കെ അതിപ്രസരം എത്രമാത്രം ഉണ്ട് എന്നറിയണമെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലും ഒരു വിവാഹ മാർക്കറ്റിൽ പയ്യന് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ദുബായിലാണ് ജോലി എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫിൽറ്ററിങ് വരികയാണ്. പിന്നെ നല്ല രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് ആലോചനകളൊക്കെ മുന്നോട്ട് പോലും പോവുക. നമുക്കറിയാം ഇവിടെയൊക്കെ 10 ലക്ഷത്തിലധികം മലയാളികളുണ്ട്. അവരിൽ ഭൂരിഭാഗവും ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ദുബായിയുടെ ഇങ്ങനെയുള്ള ഒരു പരിതസ്ഥിതി മൂലം എല്ലാവരെയും സംശയത്തിന്റെ കണ്ണുകളോടെ, കാരണം നമുക്കറിയാം പണ്ട് മുതലേ ഉള്ള സിനിമകളിൽ പോലും കാണിക്കുന്നതാണ്, ഇന്നും എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ് ദുബായിൽ. ഈ പറയുന്ന പോലെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളും ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പല രാജ്യക്കാർ പോലും അല്ലെങ്കിൽ വിവിധ രാജ്യക്കാർ ചേർന്നിട്ടും ഒക്കെ ഇങ്ങനെ നടത്തുന്നുണ്ടാവും. ചിലത് മസാജ് പാർലറുകളായിട്ടായിരിക്കും, അത് കൂണുകൾ പോലെയുണ്ട്. ഇവിടെ എല്ലാം നിന്നിട്ട് പരസ്യങ്ങൾ പോലെ ഓരോ കാർഡുകൾ, ഫോൺ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തുകൊണ്ട് വഴിയിലൂടെ ഉടനീളം എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ വിതരണം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടി അന്നും ഇന്നും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആണെങ്കിൽ പറയുകയും കൂടെ വേണ്ട. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ളപ്പോൾ തീർച്ചയായിട്ടും ചെറുപ്പക്കാരൊക്കെ ഇതിൽ വീണു പോകാനുള്ള, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും ഇതേ കണ്ണോടുകൂടെ തന്നെ, അല്ലെങ്കിൽ ദുബായിലാണ് ജോലി ചെയ്യുന്നത്, ദുബായിലാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരെ സംശയത്തിന്റെ കണ്ണുകളോടെ കാണുന്ന ഒരു പരിതസ്ഥിതി ഇവിടെ ഉണ്ട്. പലരും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സായിപ്പിന്റെ സംസ്കാരത്തെയാണ് കുറ്റം പറയുക. പാശ്ചാത്യ സംസ്കാരം എന്താണെന്ന് നമുക്കറിയാം, അവിടെയൊന്നും പോയി ജീവിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ സ്വന്തം ഇഷ്ടത്തിന്, സ്വാതന്ത്ര്യത്തിന് ആളുകൾ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ജീവിക്കുന്നു. അത് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ മോശമാണ് നമ്മൾ ഈ എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ ദുബായ് എന്ന് പറയുന്ന സിറ്റി, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ പല പ്രദേശങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെ ഇതൊരു ബിസിനസ് ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ നല്ലൊരു ഭാഗത്തിന് ഇന്നും ദുബായ് എന്ന് പറയുന്ന അല്ലെങ്കിൽ UAE കണ്ണിന് പിടിക്കാത്ത ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഫെഡറൽ നിയമങ്ങൾ അനുസരിച്ച് ഇങ്ങനെ വേശ്യാവൃത്തി പോലെയുള്ള കാര്യങ്ങളൊക്കെ വലിയ കുറ്റമാണെങ്കിലും ഇത് തന്നെയാണ് ദുബായിൽ നടക്കുന്നത്. ഇതിന്റെ ഒരു ഹബ്ബാണ് ദുബായ്. ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് ഹബ്ബാണെന്ന് പറയുമ്പോൾ അവിടുത്തെ കുറേയധികം പ്ലസ് പോയിന്റുകൾ കൊണ്ട് മാത്രമല്ല, ഈ ഒരു സാധ്യതയും കൂടെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളിലൊക്കെ കുറേയധികം ആളുകളെങ്കിലും അങ്ങോട്ട് എത്തുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ദുബായിൽ മാത്രമല്ല പല ഗൾഫ് രാജ്യങ്ങളിലേക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ നമുക്കറിയാം വീട്ടു ജോലിക്കാര്, നാനിമാര്, പാചകക്കാര് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇതിൽ ഒരുപാട് പേര് ചൂഷണം നേരിടുന്നവരുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പണ്ടും അല്ലെങ്കിൽ ഇന്നും നടക്കുന്നത് എന്താണെന്നൊക്കെ പലർക്കും അറിയാമായിരിക്കും. അവിടെയൊക്കെ ജോലി ചെയ്യുന്ന പലരും ഇതൊക്കെ നേരിട്ട് കാണുന്നുണ്ടാകും, ഇത്തരം ചൂഷണങ്ങളൊക്കെ. അല്ലെങ്കിൽ വീട്ടിൽ നിന്നിറക്കി റോഡിന് പുറത്ത് നിർത്തിയിരിക്കുക, അവരവിടെ ഇരുന്ന് കരയുന്നുണ്ടാകും. പക്ഷെ അവരുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ കുടുങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾക്കും പ്രശ്നം വരും. അതുകൊണ്ട് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ കടന്നു പോകാൻ മാത്രമേ മറ്റു മലയാളികൾക്ക് സാധിക്കുകയുള്ളൂ. കഷ്ടപ്പെടുന്ന ഒരു മലയാളിയാണ് എന്ന് കണ്ടാൽ പോലും ഇത്തരം വീടുകളിലൊക്കെ പലരും അനുഭവിക്കുന്ന ചൂഷണങ്ങളൊക്കെ പല സിനിമകളായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറമാണ് ദുബായ് എന്ന് പറയുന്ന നഗരം. ഇപ്പോൾ സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ ഈ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളൊക്കെ നടത്തിയപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ദുബായ് ഇനി സേഫ് അല്ല എന്നുള്ളൊരു ലേബൽ വന്നു. ദുബായ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ആ പണം സേഫ് ആണ്, അവിടെ നിങ്ങൾക്ക് ഏറ്റവും അധികം സേഫ്റ്റി പുറത്തുമൊക്കെ ഉണ്ടാകും എന്നൊക്കെയുള്ള ആ ഒരു പരസ്യവാചകമൊക്കെ പോയി. ഹബീബി കം ടു ദുബായ് എന്ന് ഇന്ന് ഏറ്റവും അധികം കേട്ട് അങ്ങോട്ട് ചെല്ലുന്നത് ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെയാണ് എന്ന് പറയേണ്ടി വരും, ടൂറിസ്റ്റുകളെക്കാൾ കൂടുതലായിട്ട്.
ഇതുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഈ പേട്രിയറ്റ് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് UAE തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നവരൊക്കെ അവരുടെ നിക്ഷേപം പിൻവലിച്ചു. അത് സിംഗപ്പൂരിലേക്കും ലണ്ടനിലേക്കും പല സ്ഥലങ്ങളിലേക്കും പോയി. ദുബായിക്ക് ഇങ്ങനെ വന്ന നഷ്ടം എത്രയാണെന്ന് നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. അതായത് ഇറാനിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടായി, അമേരിക്കയും ഇസ്രായേലും ഒക്കെ നടത്തിയ ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഇറാന് സംഭവിച്ചതിലധികം നഷ്ടമാണ് UAEക്ക്, പ്രത്യേകിച്ച് ദുബായിക്കൊക്കെ വന്നത്. കാരണം ഇത്ര ബില്യൺ US$ നിക്ഷേപമൊക്കെയാണ് പിൻവലിക്കപ്പെട്ടു പോയത്. ദുബായ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വാല്യൂ ഉള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയായിട്ടൊക്കെ കിടന്നിരുന്ന ആ ഒരു പ്രദേശത്തെ മിക്ക സ്ഥലത്തെയും റിയൽ എസ്റ്റേറ്റ് വാല്യൂ കൂപ്പ് കുത്തിയിരിക്കുകയാണ്, ആർക്കും വേണ്ടാത്ത രീതിയിൽ. അതുപോലെ പണ്ട് നിറഞ്ഞ് കവിഞ്ഞിരുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പലതിലും ആളനക്കമൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇതൊന്നും പുറത്തോട്ട് കാര്യമായിട്ട് അറിയില്ല. കാരണം ദുബായിൽ വലിയ പ്രതിസന്ധി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാണോ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്യുന്നത്, അതിപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യും, പോലീസ് വരും. ഇതുകൊണ്ട് തന്നെ ഈ മലയാളികളൊന്നും ഇതിനെക്കുറിച്ച് മിണ്ടില്ല. നമ്മുടെ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും. നിങ്ങൾ പണ്ട് ഓർക്കുന്നുണ്ടാവും, ഉക്രൈനിൽ റഷ്യ ഇടപെട്ടപ്പോൾ അവിടെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരിൽ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. നിങ്ങൾ മലയാളികൾ അവിടെ ഇരുന്നിട്ട് എന്താണ് ഈ പറയുന്നത്, ഞങ്ങളിവിടെ ഉക്രൈനിലുണ്ട്, ഇവിടെ ഒരു പ്രശ്നവുമില്ല, വെറുതെ ഒച്ചപ്പാട് ഉണ്ടാക്കരുത് എന്നൊക്കെ. അതൊക്കെ പറഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇവരെല്ലാം ഹെൽപ്പിന് വേണ്ടി നിലവിളിക്കാൻ തുടങ്ങി. പിന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറഞ്ഞത്, കുറച്ച് ആളുകൾ ഇങ്ങനെയും പറഞ്ഞിരുന്നു. ഈ പറയുന്നത് പോലെയാണ് UAEയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ളൊരു ബോധം ആദ്യം വേണം. നേരത്തെ പറഞ്ഞ പോലെ അവിടെ എയർപോർട്ടിലും അല്ലെങ്കിൽ ഈ ബുർജ് അൽ അറബിന്റെ ഭാഗത്തും കണ്ണായ സ്ഥലങ്ങളിലും ഒക്കെ ഇറാന്റെ അവിടെ ഇവിടെ ആക്രമണം ഉണ്ടായി. അത് ദുബായിയെ തകർത്തു എന്നല്ല പറയുന്നത്. അങ്ങനെ അവിടെ ഒരു പ്രശ്നവും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ദുബായിയുടെ വിശ്വസ്തത നഷ്ടപ്പെട്ടു. അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ താഴിട്ട് പോവുകയാണ്. ദുബായ് ഇനിമേൽ സുരക്ഷിതമല്ല, എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇറാന്റെ കാര്യം വെച്ച്. അങ്ങനെയുള്ളൊരു ലേവൽ ആയതുകൊണ്ട് തന്നെ ദുബായിയുടെ ഭാവി തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ അവിടെയാണ് പലരും പറയുന്നത് ഇത് അനിവാര്യമായൊരു പതനം തന്നെയാണ്. കാരണം ഇങ്ങനെ മോശമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും കൂടെയാണ് ദുബായ് നല്ലൊരു പരിധിയും വളർന്നത്. ഇങ്ങനെ മോശമായ ടൂറിസം, അതായത് പട്ടായയിലൊക്കെ നടക്കുന്നത് പോലെ തന്നെയുള്ള അതിനപ്പുറമുള്ള, അതും സൊമാനസാലയല്ല, പലരെയും ഇതുപോലെ പെടുത്തിയിട്ട് ചൂഷണം ചെയ്ത് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ഏറ്റവും മോശമായ ജീവിത സാഹചര്യങ്ങളിലൊക്കെ അടിമകളെ പോലെ പണിയെടുപ്പിച്ച് അവരുടെ വിയർപ്പും ചോരയും കൊണ്ട് ചൂഷണം ചെയ്ത് പണിതുയർത്തിയതാണ് അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് അനിവാര്യമായ ഒരു പതനമാണ്, പാപത്തിന്റെ നഗരമാണ് ദുബായ് എന്നൊക്കെയുള്ള അഭിപ്രായം പറയുന്നവരുണ്ട്. അതിനെ പൂർണ്ണമായും എഴുതി തള്ളാതെ അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ദുബായിയുടെ ഒരു ഡാർക്ക് സൈഡ് നമ്മൾ പഠിക്കുമ്പോഴാണ്. ദുബായിയുടെ ഒരു റിയാലിറ്റി എന്താണ്? നമ്മൾ ഈ കാണുന്ന ആഡംബരം നിറഞ്ഞ പല പ്രദേശങ്ങളുമൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് പാസ് ചെയ്യാമെന്നേ ഉള്ളൂ. അവിടുത്തെ മാളിൽ പോകാം, പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും അല്ലെങ്കിൽ പാർക്കിലും ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കാം എന്നല്ലാതെ ഇത്തരത്തിലുള്ള ലക്ഷറികളിലേക്ക് പലർക്കും ആക്സസ് ഉണ്ടാവില്ല. ഒരു ഇടത്തരം ലക്ഷറി ഹോട്ടലിൽ പോലും ഒരു നൈറ്റിന് എത്രയാണ് പേ ചെയ്യുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലി ചെയ്യുന്ന പലരുടെയും 6 മാസത്തെ ശമ്പളമൊക്കെ ആയിരിക്കും അത്. അതായത് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത് പോലെയാണ്. നമുക്കിതൊക്കെ കാണാം, ഫോട്ടോ ഇടാം, ഷെയർ ചെയ്യാമെന്നല്ലാതെ ഇവിടുത്തെ ലക്ഷറികളിലേക്കൊന്നും ആക്സസ് ഇല്ല അവിടെയൊക്കെ ജോലി ചെയ്യുന്ന 99% ആളുകൾക്കും. UAEയുടെ തന്നെ ആകെ പോപ്പുലേഷന്റെ 10% അവിടുത്തെ പൗരന്മാരുള്ളൂ. അവരിൽ ഒരു വിഭാഗം വളരെ സമ്പന്നരായിട്ടുള്ളവരുണ്ട്. അതുകൂടാതെ നമ്മുടെ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ പോയിട്ട് CEO തുടങ്ങി അല്ലെങ്കിൽ നല്ല പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന, ലക്ഷങ്ങൾ സാലറി മേടിക്കുന്ന കുറേ അധികം ആളുകളുമുണ്ട്. എന്നാൽ വളരെ കുറച്ച് അവരൊക്കെ വരുന്നുള്ളൂ. ഭൂരിഭാഗം ആളുകളും സാധാരണ ജോലികൾ ഇന്നും കഷ്ടപ്പെട്ട് പരിമിതമായ സാഹചര്യങ്ങൾ അവിടെ ചെയ്യുന്നവരാണ്. അതാണ് യഥാർത്ഥ ദുബായ് എന്നുള്ളതാണ്. നഗരത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾക്കൊക്കെ അകലെയായിട്ട് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി പണിത് വെച്ചിരിക്കുന്ന കുറേ അധികം എണ്ണമില്ലാത്ത ലേബർ ക്യാമ്പുകളിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിലുള്ള ദുബായ് എന്നുള്ളതാണ് സത്യം. ദുബായ് എക്സ്പോ നടക്കുന്നതിന് മുൻപുള്ള വാർത്തകളൊക്കെ, അതായത് ഒരുപാട് മൈഗ്രന്റ് വർക്കേഴ്സ് ഒക്കെ അവിടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ഓരോ വർഷവും 100 കണക്കിന് ആളുകളാണ് അവിടെ ആത്മഹത്യ ചെയ്യുന്നത്. ഈ തൊഴിൽ സമ്മർദ്ദമൊന്നും സഹിക്കാൻ സാധിക്കാതെ രോഗം ബാധിച്ച് മരിക്കുന്നവർ അതിലധികം. ഇതിൽ പണ്ടൊക്കെ ഒരുപാട് മലയാളികൾ ഇതിൽ വരുമായിരുന്നു. ഇന്ന് അവർ കുറവാണെന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇങ്ങനെ ഭൂരിഭാഗം ആളുകളും ഈ അനുഭവിക്കുന്നതൊക്കെ. ഇവരൊക്കെ ആ ഒരു സമയം എക്സ്പോയിൽ ഇത് വലിയൊരു സമരമായിട്ട് ചെയ്താൽ ഇത് ലോകശ്രദ്ധ പിടിക്കും എന്ന് കണ്ടിട്ട് വലിയ സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇവരെല്ലാവരെയും പിടിച്ച് ജയിലിലിടുകയാണ് ചെയ്തത്. എക്സ്പോയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ ന്യൂസുകൾ പോലും പുറത്തു വന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ദുബായ് എന്നുള്ളതാണ്. നമ്മൾ ഈ പുറമേ കാണുന്നതല്ല. നമ്മൾ പലപ്പോഴും നോർത്ത് കൊറിയയിലെ വിചിത്രമായ നിയമങ്ങളെയൊക്കെ ഇവിടെ ചർച്ച ചെയ്യാറുണ്ട്. ഇറാൻ ദുബായിൽ ഇത്രയധികം മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടത്തിയപ്പോൾ അവിടെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെയോ അല്ലെങ്കിൽ ഒരുപാട് കെട്ടിടങ്ങളെ നശിപ്പിച്ചുവെന്നോ ഒരുപാട് പേര് മരിച്ചുവെന്നോ ഒന്നും അർത്ഥമില്ല. പക്ഷേ ഇങ്ങനൊരു ആക്രമണം അവിടെ ഉണ്ടായിട്ട് ഇതിൻ്റെ എന്തെങ്കിലും ദൃശ്യങ്ങളോ കാര്യങ്ങളോ ഒരാൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തെത്തിക്കാൻ ശ്രമിച്ചാൽ അയാളെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ പോയി നിൽക്കുന്ന മലയാളികളാണെങ്കിലും അവരുടെയൊക്കെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇതൊന്നും പുറത്തറിയിക്കില്ല. വീട്ടുകാരോടും സുഹൃത്തുക്കളോടും ഒക്കെ വിളിക്കുമ്പോൾ പറയുന്നതല്ലാതെ ഇതിൻ്റെ എന്തെങ്കിലും ദൃശ്യങ്ങളോ വീഡിയോകളോ ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ കാണില്ല, അകത്തായിരിക്കും. ഇങ്ങനെ ഒരു വശവും കൂടി ഉണ്ട് ദുബായിക്ക്. ഈ പറഞ്ഞു വന്നത്, ദുബായ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെ വിസിബിൾ ആയിട്ടുള്ള രാജ്യമൊന്നുമല്ല. അവിടെ ഫിൽട്ടർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഗവൺമെന്റ് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ലോകത്തെ പല നഗരങ്ങളിലുമൊക്കെ ഒരു തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നടക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഈ ലോകത്തെ നമ്മൾ കൂടുതൽ അറിയും തോറും നമുക്കൊരു പക്ഷേ മനുഷ്യാവകാശങ്ങളിലും അല്ലെങ്കിൽ നന്മയിലും ദൈവത്തിലും ഒക്കെയുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. കാരണം ഇതൊക്കെയാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്നത് ഒരു തരത്തിൽ. അതായത് നിങ്ങൾ ഏതൊരു രാജ്യത്തും അല്ലെങ്കിൽ ഏതൊരു നഗരത്തിലും ചെല്ലുമ്പോൾ ആ സിറ്റിക്കും അല്ലെങ്കിൽ ആ രാജ്യത്തിനുമൊക്കെ നമ്മൾ മാർക്ക് ഇടുന്നത് അവിടുത്തെ ഏറ്റവും നല്ല ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച സ്ഥലങ്ങൾ നോക്കിയിട്ടാണ്. അങ്ങനെയല്ല, അവിടുത്തെ ഏറ്റവും ദരിദ്രരായ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം ആ ഒരു സ്ഥലത്തിന് മാർക്കിടാൻ. ദുബായ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് 12 ലൈനുള്ള ഷേഖ് സായിദ് റോഡും അല്ലെങ്കിൽ ബുർജ് അൽ അറബ് 7 സ്റ്റാർ ഹോട്ടലും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫയും ദുബായ് മാളും ഒക്കെ ആണെങ്കിൽ യഥാർത്ഥ ദുബായ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. സിറ്റിയുടെ പകിട്ടുകളിൽ നിന്നൊക്കെ ദൂരെയായിട്ട്, ദുബായ് സിറ്റിയിൽ നിന്നൊക്കെ മാറി അല്ലെങ്കിൽ ഈ എമിറേറ്റിൻ്റെ ഏതെങ്കിലും ഒരു വശത്തായിട്ട് ലേബർ ക്യാമ്പുകൾ ഒരുപാട് ഇന്നും സജീവമാണ്. ദുബായിയുടെ പോപ്പുലേഷൻ്റെ 90% പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്നവരാണ്. അതിൽ ഭൂരിഭാഗം ആളുകളും സാധാരണമായ ജോലികൾ ചെയ്യുന്നവരാണ്. ഇന്നും അവരൊക്കെ ഒരുപാട് ചൂഷണങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. വളരെ ഉയർന്ന ചൂടിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ പോലും ഇല്ലാതെ. ഇതിൻ്റെയൊക്കെ പേരിൽ UN-ഉം അല്ലെങ്കിൽ US-ൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ ഒച്ചവെക്കുന്നുണ്ട് ഇന്നും. എന്നാൽ നമ്മളാണ്, അല്ലെങ്കിൽ ഏറ്റവും അധികം ഇന്ത്യക്കാരുടെ കമ്മ്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. മലയാളികളും അതിൽ നല്ലൊരു ഭാഗം വരും. എന്നിട്ട് പോലും നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ ബോധവാന്മാരൊന്നുമല്ല. പല സിനിമകളിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ അതിനപ്പുറം ഇന്നും ഒരു മുറിയിൽ തന്നെ 5ഉം 10ഉം പേര് അടുക്കി കിടക്കുന്ന, ഏത് നിമിഷവും എന്തെങ്കിലും രോഗം ബാധിച്ച് മരിച്ചേക്കാവുന്ന, വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന സാധാരണ തൊഴിലാളികളാണ് ഈ UAE-യുടെ തന്നെ മുഴുവൻ പോപ്പുലേഷൻ എടുത്താൽ അതിൽ നല്ലൊരു ഭാഗവും. അതിൽ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും അധികം, പിന്നീട് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക വരുന്നുണ്ട്. ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ളവർ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് പണ്ട് മുതലേ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയപ്പോൾ അവരെ ചൂഷണം ചെയ്ത് പണിതാണ് ഈ സ്കൈ സ്ക്രാപ്പറുകളെല്ലാം, അല്ലെങ്കിൽ ഈ കാണുന്ന മഹാനഗരം മുഴുവൻ എന്ന് പറയാം. ഇന്ന് അതിന് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മലയാളികൾ ഇത്തരം സാധാരണ ജോലികൾ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. വലിയ സാലറി ഒന്നും ഇല്ലെങ്കിൽ ഇത്തരം സാധാരണ ജോലികൾക്ക് ഗൾഫിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്നവരുണ്ട്. നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ തിരിച്ചു പോരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും സാധിക്കില്ല പലർക്കും. കുറേയൊക്കെ നല്ല മാറ്റങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ചെല്ലുമ്പോൾ തന്നെ പല കരാറുകളും കോൺട്രാക്റ്റുകളും ഒക്കെ ചെയ്യുക, അതനുസരിച്ച് പാസ്പോർട്ടൊക്കെ പിടിച്ചു വാങ്ങുക. പിന്നീട് ഇവർ തീരുമാനിക്കും നിങ്ങൾ എപ്പോൾ പോകണം, എത്ര സാലറി മേടിക്കണം. സാലറി പെൻഡിങ് ആണെങ്കിലും നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അവിടെ നിന്ന് പണിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ മരുഭൂമിയിൽ ആടിനെ മേയ്ക്കാൻ പോയ ആൾ കഷ്ടപ്പെട്ടു പോയി. ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കൊക്കെ പോകുന്നവർ അവിടെ നല്ല രീതിയിൽ ജീവിക്കുമെന്നാണെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുഭൂമിയിലെ ആട് ജീവിതവും ഈ കൺസ്ട്രക്ഷൻ മേഖലയിലെ ജോലിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലായിടത്തും അതേപടി ഇങ്ങനെയാണെന്നല്ല, പക്ഷെ ഭൂരിഭാഗവും ദുബായ് സിറ്റിയിലൊക്കെ ഇപ്പോഴും നിർമ്മാണ മേഖലയിലൊക്കെ ഇതുപോലെയുള്ള ചൂഷണങ്ങൾ തന്നെയാണ് നടക്കുന്നത്. മനുഷ്യരെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുക തന്നെയാണ്. ബുർജ് ഖലീഫ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം പണിതപ്പോൾ 100 കണക്കിന് ഇന്ത്യക്കാർ തന്നെ അതിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ട്. അത് പണിതുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നുള്ള രീതിയിൽ മൃതദേഹങ്ങളൊക്കെ നാട്ടിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും ഒക്കെ ചെന്നിട്ടുണ്ട്. എന്നാൽ ദുബായിയുടെ തന്നെ കണക്കുകൾ അനുസരിച്ച് അവിടെ ഒരാൾ മാത്രമാണ് ഇതിന്റെ നിർമ്മാണ വേളയിൽ മരിച്ചിട്ടുള്ളൂ. ഇങ്ങനെയാണ് പല കാര്യങ്ങളും. നിങ്ങളിൽ പലരും ടേക്കൺ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ ഫ്രാൻസിൽ അല്ലെങ്കിൽ പാരീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തായിട്ടാണ് കരുതുന്നത്? അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് പോലും വരുന്ന ആളുകളെയൊക്കെ തട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ മോശമായ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല ഗ്യാങ്ങുകളെ കുറിച്ചുമൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തുള്ള വലിയ സംഭവങ്ങളാണ് ഈ UAE-യിൽ, ദുബായിൽ പണ്ട് വ്യാപകമായി നടന്നതും ഇന്ന് അത്രയും ഇല്ല. കാരണം ഇന്ന് സ്വന്തം ഇഷ്ടത്തിനുമൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇന്നും ഇത്തരം വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളും ചൂഷണങ്ങളും നടക്കുന്ന സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം,
വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ ഡിറ്റോയുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഡിറ്റോയിൽ നിന്ന് ഒരു സൗജന്യ കോൾ ബുക്ക് ചെയ്യുക. അങ്ങനെ ഏറ്റവും മികച്ച ഒരു ടേം ഇൻഷുറൻസ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും ഇത് കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങളുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമന്റിൽ എഴുതുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.